അപ്പോൾ നമ്മുടെ ഹോർമോസ് കടലിടുക്കെ ഹോർമോസ് സ്ട്രൈറ്റ് പൂട്ടിക്കെട്ടിയിട്ടുണ്ട്. ഇനി രക്ഷയില്ല, കംപ്ലീറ്റ്ലി പൂട്ടിക്കെട്ടിയെന്ന് നമ്മുടെ ട്രംപ് അണ്ണൻ തന്നെ വന്ന് പറഞ്ഞത് നമ്മൾ ഇന്നലെ കണ്ടു. ഇപ്പോൾ സമയം ഏകദേശം 9-9:30 സമയം അല്ലേ, അതായത് അമേരിക്കൻ ടൈം നോക്കുകയാണെങ്കിൽ ഓൾറെഡി പൂട്ടിക്കെട്ടിയ സമയം കഴിഞ്ഞപ്പോൾ അവിടുത്തെ സമയം 10 മണി കഴിഞ്ഞു. 10 മണിക്കാണ് പറഞ്ഞത്. ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ടു ബ്ലോക്കേഡ് ഷിപ്പ് എൻട്രിങ് ഓർ എക്സിറ്റിംഗ് ഇറാനിയൻ പോർട്ട്സ് ഓൺ April 13 at 10 AM ET, അതായത് അമേരിക്കൻ ടൈം. താങ്ക് യു ഫോർ യുവർ അറ്റൻഷൻ ടു ദിസ് മാറ്റർ, പ്രസിഡന്റ് ഡൊണാൾഡ് ജെ ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ പൂട്ടിക്കെട്ടി എന്നുള്ളതിൻ്റെ ഒരു സൂചന ഞാൻ പറഞ്ഞുതരാം. അതായത് ചില കമ്പനികൾക്ക് അതിൻ്റെ എന്താ പറയുക മെമ്മോ പോയിട്ടുണ്ട്. ഇതിപ്പം ബ്രിട്ടീഷ് മാരിടൈം ഓപ്പറേഷൻ അതോറിറ്റി പറഞ്ഞിട്ടുള്ള വി ഹാവ് റിസീവ്ഡ് ഇൻഫർമേഷൻ അബൌട്ട് റെസ്ട്രിക്ഷൻ ഓൺ ആക്സസ് ടു ഇറാനിയൻ പോർട്ട്സ് ആൻഡ് കോസ്റ്റ് സ്റ്റാർട്ടിങ് ഫ്രം 10 മണി മുതൽ, അതായത് 10 മണി മുതൽ ഇത് പാടില്ല എന്നുള്ള ഒരു മെമ്മോ അവർക്ക് വന്നിട്ടുണ്ട്, ഇൻസ്ട്രക്ഷൻ വന്നിട്ടുണ്ട്. അതിൻ്റെ ഇതാണ് നമ്മൾ കാണുന്നത്. അപ്പം പൂട്ടിക്കെട്ടി. ഏതാണെങ്കിലും ഇനി ട്രംപ് പൂട്ടിക്കെട്ടിയിട്ടുള്ള ഈ ഒരു ഹോർമോസ് സ്ട്രൈറ്റ് ഇറാൻ കുത്തി തുറക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇറാൻ കുത്തി തുറക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറാൻ്റെ സൈഡിൽ നിന്ന് വളരെ വ്യക്തമായിട്ടുള്ള മറുപടികളും അല്ലെങ്കിൽ കാര്യങ്ങളും വന്നിട്ടുണ്ട്. അധികമൊന്നും നിങ്ങൾ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല, നിങ്ങൾ എന്ത് വേണമെങ്കിലും പൂട്ടിക്കെട്ടിക്കോ, ഞങ്ങൾ തുറന്നിരിക്കും. അതായത് സുരക്ഷിതമായിട്ടുള്ള തുറമുഖങ്ങൾ ഈ മിഡിൽ ഈസ്റ്റിൽ എവിടെ ഉണ്ടാവില്ല എന്നാണ്. അതെന്താണ് ഈ മിഡിൽ ഈസ്റ്റിൽ, അതായത് ഹോർമോസിൽ ഈ US വന്ന് ബ്ലോക്ക് ചെയ്ത എന്തുകൊണ്ട് മിഡിൽ ഈസ്റ്റിൽ നിങ്ങൾ അടിക്കുന്നില്ലേ? മിഡിൽ ഈസ്റ്റ് അടിക്കണം. കാരണം ഈ ഒരു പിക്ചർ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. കഴിഞ്ഞ കുറച്ച് 2-3 ദിവസങ്ങളായിട്ടാണ് വെടിനിർത്തലുണ്ടായിട്ടുള്ളത്. ഈ 2 സമയങ്ങളായിട്ട് അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റുകൾ അല്ലെങ്കിൽ അമേരിക്കയുടെ US മിലിറ്ററി കാർഗോസ് ഷിപ്പ് ഫ്ലൈറ്റുകൾ ത്രൂ ഔട്ട് ഇസ്രായേൽ, UAE, ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, പിന്നെ സൗദി അറേബ്യ, ഈ സ്ഥലങ്ങളിലോട്ട് അവർക്ക് തീർന്നു പോയിട്ടുള്ള അല്ലെങ്കിൽ ഇറാൻ വെടിവെച്ച് തീർത്ത് പോയിട്ടുള്ള സകല സാധനങ്ങളുണ്ട്. അതൊക്കെ റീഫിൽ ചെയ്യാനുള്ള എന്താ പറയുക ഭദ്രപ്പാടില്ല, ഈ വിജൃംഭിച്ച് റീഫിൽ ചെയ്യാന്ന് പറഞ്ഞൊരു അവസ്ഥയാണ് അവിടെ. അതായത് ഞങ്ങൾ മൊത്തം പൊട്ടിപ്പാളീസായിട്ട് ഉള്ളിലിട്ട കാവിക്കളസം എന്ന് അറിയാണ്ട് വന്നു പോകുന്നു. ഇപ്പം പറയുന്നുണ്ട്, സോറി, ഉള്ളിലിട്ട കളസം വരെ ട്രംപിൻ്റെ പുറത്ത് ചാടി നിൽക്കുന്ന അവസ്ഥയിലാണ് ഈ ഒരു സീസ് ഫയർ എന്ന് പറഞ്ഞ് വന്നത്. വളരെ സിമ്പിളാണ് സീസ് ഫയർ എന്ന് പറഞ്ഞത്. ഈ പറഞ്ഞ സ്ഥലങ്ങൾ റീഫിൽ ചെയ്യണം. ഫൈറ്റർ ജെറ്റുകൾ വെച്ച് റീഫിൽ ചെയ്യണം. അവിടുത്തെ ടാഡ്, ഈ സിസ്റ്റങ്ങൾ കംപ്ലീറ്റ് റീഫിൽ ചെയ്യണം. അതുപോലെ തന്നെ എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ റീഫിൽ ചെയ്യണം. ഇതൊക്കെ സിസ്റ്റം റീഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രംപിൻ്റെ ഒരു കുരുട്ട് ബുദ്ധിയായിരുന്നു ഇതായിരുന്നു അവിടെ നടന്നത്. അപ്പം അതിൻ്റെ എന്താ പറയുക, ഈ എയർ റഡാർ സിസ്റ്റത്തിൽ കണ്ടിട്ടുള്ള ഓട്ടമാണ്. US ഫ്ലൈറ്റുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ജെറ്റുകൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഗ്യാപ്പ് കൊടുക്കാണ്ട് അതിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇതൊക്കെ റീഫിൽ ചെയ്തുകൊണ്ടിരിക്കും. ഇത് റീഫിൽ ചെയ്തിട്ടില്ലെങ്കിൽ ഇറാൻ്റെ ഒരു അടിയിൽ ഈ പറഞ്ഞ സകല സ്ഥലങ്ങളും തീർന്നു പോകും, കത്തിച്ചാമ്പലായി പോകും. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള റീഫില്ലിംഗ് ആണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. US രഹസ്യ നീക്കങ്ങൾക്കുള്ള ഒരു ടൈം അവരെടുത്തു ഈ സീസ് ഫയർ എന്നുള്ള ഒരു കോമാളിത്തരം കാണിച്ചിട്ട്. അത്ര ഉണ്ടായിട്ടുള്ളൂ. അതായത് യൂറോപ്പിൽ നിന്നും മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ ഇസ്രായേലി സൈനിക താവളങ്ങളിലേക്ക് വൻതോതിൽ യുദ്ധ സാമഗ്രികൾ എത്തിക്കുന്ന ഫ്ലൈറ്റ് ട്രാക്കിംഗ് റഡാർ ഡാറ്റ സിസ്റ്റമാണ് ഞാൻ നിങ്ങൾക്ക് സൈഡ് കാണിച്ചു തന്നിട്ടുള്ളത്. അതായത് C-17 ഗ്ലോബ് മാസ്റ്റർ, അമേരിക്കയുടെ വ്യോമസേനയുടെ കരുത്തേറ്റ C-17 ഗ്ലോബ് മാസ്റ്റർ 3 വിമാനങ്ങളാണ് ഈ ദൗത്യത്തിന് ഉപയോഗിക്കുന്നത്, ഈ ഒരു പാസേജിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ 70 ടണ്ണിലധികം ഭാരം വഹിക്കാൻ ശേഷിയുള്ള ഇവ വെടിക്കോപ്പുകൾ, കവചിത വാഹനങ്ങൾ, അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ എത്തിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ ഉള്ളത്. ഇസ്രായേലിലെ എയർബേസുകളായിട്ടുള്ള നവേറ്റീം എയർബേസ്, അതുപോലെ ഖത്തർ, ജോർദാൻ, സൗദി എന്നീ എയർബേസുകളിലോട്ടാണ് ഈ വിമാനങ്ങളുടെ റഡാർ ഡാറ്റ ഇപ്പം പുറത്തോട്ട് വന്നിട്ടുള്ളത്. അത് മാത്രമല്ല ഈ ഒരു സംഭവം വെച്ചിട്ട് ഇവരെ സേഫാക്കുക, അതായത് ഇറാൻ്റെ അടി കൊണ്ട് സഹിക്കാൻ പറ്റാണ്ടുള്ള അവസ്ഥയിൽ ഇവരെ സേഫാക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു സീസ് ഫയറിന് മുമ്പിലുള്ള കാര്യങ്ങൾ. ഇനി ഇതേ സ്ഥാനത്ത് ചൈന ഇറാന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് മാക്സിമം കൊടുക്കുന്നുണ്ട്. അത് US ഇൻ്റലിജൻസ് പുറത്തോട്ട് വിട്ട സമയം മുതൽ ആകെ പെട്ടിരിക്കുന്ന ട്രംപ് ചൈനക്ക് 50% താരിഫ് കൊടുക്കുന്നതാണ് പറഞ്ഞത്. അപ്പം ചൈന നമുക്കറിയാം, ചൈന ഡയറക്റ്റ് ആയിട്ട് ഒരു യുദ്ധത്തിലും പങ്കെടുക്കാറില്ല. ഈവൻ പ്രത്യേകിച്ച് യുദ്ധത്തിൽ പങ്കെടുക്കാണ്ട് ചൈന ചെയ്യുന്നത് എന്താണ്, ഞങ്ങളൊന്നും കൊടുത്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാലും ഇപ്പോഴത്തെ റഡാർ സിസ്റ്റം നോക്കുമ്പോൾ ചൈനയുടെ ഫ്ലൈറ്റുകൾ ഇഷ്ടംപോലെ ഇങ്ങനെ ഇറാനിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മൾ ഇന്നലത്തെ വീഡിയോയിലും മെഞ്ഞാമത്തെ വീഡിയോയിലും ഞാൻ അതിൻ്റെ പിക്ചർ വിത്ത് റഡാർ വെച്ച് കാണിച്ചു തന്നിട്ടുണ്ട് അല്ലേ, അതായത് നമ്മുടെ റഡാർ ട്രാക്കർ വെച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം ഇനിയിപ്പം ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ചൈനയുടെ ചില പ്രതികരണങ്ങൾ നമുക്ക് കേൾക്കാം. ചൈന പറഞ്ഞ എന്താണ്, അമേരിക്കയുടെ ഉപരോധം നിലനിൽക്കുമ്പോഴും ഹോർമോസ് കടലെടുക്ക് വഴി ചൈനയുടെ കപ്പലുകൾ സുഗമമായിട്ട് സഞ്ചരിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ പറഞ്ഞാലും കുഴപ്പമില്ല, ഞങ്ങളുടെ കപ്പലുകൾ ഹോർമോസിലൂടെയൊക്കെ വരുന്നുണ്ട്, ഇറാൻ പ്രശ്നങ്ങളൊന്നും വരുത്തിയിട്ടില്ല. ഞങ്ങളുടെ ഏകദേശം ഏറ്റവും വലിയ പെർസെൻറ്റേജ് ഓഫ് എണ്ണ തരുന്ന ഇറാനാണ്, ഞങ്ങൾക്ക് കിട്ടുന്നൊക്കെ, ഞങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. ഇത് ചൈനയുടെ പ്രതിരോധ മന്ത്രി അഡ്രീമിൽ ഡോങ് ചൂങ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചൈനയുടെ വ്യാപാര പാതകൾ സുരക്ഷിതമാണെന്നും ഇറാനുമായിട്ടുള്ള ഊർജ്ജ കരാറുകൾ ഞങ്ങൾ മാനിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നത്, പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ ഞങ്ങൾ കൊടുക്കുന്നൊന്നുമില്ല എന്ന് ചൈന വെറുതെ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ സംഭവങ്ങളൊന്നും കൊടുക്കുന്നൊന്നുമില്ല, പക്ഷേ പ്രതിരോധ സംവിധാനങ്ങൾ സപ്പോർട്ടുകളൊക്കെ ഞങ്ങൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് എന്നും കൂടെ ചൈനയുടെ സൈഡിൽ നിന്ന് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. അപ്പം
എത്രത്തോളം അമേരിക്കയും ഇസ്രായേലും അവിടെ ഫില്ല് ചെയ്യുന്നുണ്ടോ അത്രത്തോളം തന്നെ ഇറാൻ ഇപ്പുറത്തും ഫില്ല് ചെയ്യുന്നുണ്ട്. ഇനി ഇറാനിൽ ഓരോ ദിവസം നൂറുകണക്കിൽ മിസൈലുകളാണ് പ്രൊഡക്ഷനിലുള്ളത്. ഈ പറഞ്ഞ അമേരിക്ക എത്രത്തോളം അവിടുത്തെ എല്ലാ സംഭവങ്ങളും ഞങ്ങൾ പൊളിച്ചെഴുതി എന്ന് പറഞ്ഞാലും ഇറാൻ ഇപ്പോഴും മാക്സിമം ടു മാക്സിമം അവരുടെ മിസൈൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇറാൻ ഒരു സൈഡിൽ നൈസായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അമേരിക്ക ചോദിച്ചാൽ ഞങ്ങൾ വലിയ വമ്പന്മാർ, ഞങ്ങളവിടെ സീസ്ഫയർ പറഞ്ഞ് വമ്പന്മാരെ പറ്റിച്ച് ഞങ്ങൾ ഫുള്ള് ഫില്ല് ചെയ്തു. ആ സമയം കൊണ്ട് ഇറാൻ അതുപോലെ ഇവിടെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെ പിന്നിലുള്ള മറ്റൊരു രഹസ്യം. ഇനി ചില സൈനിക നീക്കങ്ങൾ പറയുകയാണെങ്കിൽ പശ്ചിമേഷ്യയിലേക്ക് അമേരിക്കയുടെ വൻതോതിലുള്ള യുദ്ധവിമാനങ്ങൾ പാസ് ചെയ്യുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കി. അതിൻ്റെ കൂടെ അധിക സൈനികരെ, അതായത് എലൈറ്റ് ഫോഴ്സ് 82ാമത്തെ എയർബോൺ ഡിവിഷനിൽ നിന്ന് ഏകദേശം 2000 പാരാ ട്രോപ്പർമാരെയാണ് അങ്ങോട്ട് അമേരിക്ക വിന്യസിച്ചിട്ടുള്ളത്. തിങ്കളാഴ്ച രാവിലെ 10, അതായത് ഇന്ന് അമേരിക്കൻ സമയത്ത് 10 മണിയോടുകൂടി അവിടുത്തെ പരിപാടികളൊക്കെ അമേരിക്ക സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇറാൻ്റെ പ്രതികരണം, അതായത് അമേരിക്കൻ കപ്പലുകൾ കടുപ്പത്തിൽ നേരിടും എന്നാണ് ഇറാൻ്റെ IRGC പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ എന്ത് വേണമെങ്കിലും അവിടേക്ക് വെച്ചോ, ഞങ്ങൾ തിരിച്ചടിക്കാൻ പോകുന്നത് നിങ്ങളുടെ കപ്പലുകളെ ഞങ്ങൾ അടിക്കും. കൂട്ടത്തിൽ നിങ്ങൾക്ക് സഹായം ചെയ്തു തരണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആസനം നക്കി ജീവിക്കുന്ന സകല അറബി രാജ്യങ്ങളുടെയും പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളുടെയും ബേസുകളിലോട്ടും അല്ലെങ്കിൽ അവിടുത്തെ തുറമുഖങ്ങളിലോട്ടും ഞങ്ങൾ ഞങ്ങളുടെ അടി മാക്സിമം അടിച്ചുകൊണ്ടിരിക്കും, പിന്നെ വന്ന് മുങ്ങിയിട്ടൊന്നും കാര്യമില്ല എന്ന് വ്യക്തമാക്കിയിട്ട് ഇറാൻ്റെ IRGC പറഞ്ഞിട്ടുണ്ട്. സംഭവങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അബ്ബാസ് അറാച്ചി ഒരു കാര്യം ഇന്ന് വ്യക്തമായിട്ട് വേണ്ടി അതായത് ഇന്നലെ ഇസ്ലാമാബാദിൽ നടന്നിട്ടുള്ള ആ ഒരു സന്ധി സംഭാഷണം നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആദ്യത്തെ കുറച്ച് സമയം. പിന്നെ ഒരു വൃത്തികെട്ട ചെറ്റ നമ്മുടെ എന്താ പറയുക നെതന്യാഹു, അതായത് ലോക കുട്ടികളെ കൂട്ടിക്കൊടുത്തും കുട്ടികളെ പീഡിപ്പിച്ചും കുട്ടികളെ കുരുതി കൊടുത്തും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരമനാറി, ആ നാറി ഇടപെട്ടതോടു കൂടിയാണ് ഈ ഒരു കംപ്ലീറ്റ് ചർച്ചയുടെ ഗതി തന്നെ മാറിപ്പോയിട്ടുള്ളത്. കാരണം വിശാല ഇസ്രായേൽ എന്ന് പറഞ്ഞ് നടക്കുന്ന ഈ തന്തയില്ലാത്ത നാറി ഇത്തരത്തിലുള്ള പല വീഡിയോസും അല്ലെങ്കിൽ പല സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടും ഈ നാറികളായിട്ടുള്ള ഷെയ്ക്കുമാർ ഈ മന്തിയും ഇതിൻ്റെ കുഴിമന്തിയും ഐഫോണും പെണ്ണും അല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്യാൻ ഇവന്മാരെ കൊണ്ട് പറ്റിയിട്ടുണ്ടോ? ഇത് തിന്ന് ജീവിച്ച് സുഖിച്ച് എന്താ പറയുക സുഖലോലുപന്മാരായിട്ട് ജീവിക്കുന്ന ഈ വൃത്തികെട്ടവന്മാർ ഇതൊക്കെ കണ്ടിട്ടും, അതായത് പച്ചക്ക് നെതന്യാഹു പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഞങ്ങൾക്ക് ഏതൊക്കെ ഭാഗങ്ങളാണ് വിശാല ഇസ്രായേലിൻ്റെ ഭാഗം എന്ന് വരച്ച് കാണിച്ച് പല UN-ലായിട്ടും അല്ലെങ്കിൽ ഇസ്രായേലി നെസറ്റിലായിട്ടും പല സ്ഥലത്ത് കാണിച്ചിട്ട് പോലും ഈ വിവരം തലയിലോട്ട് വെക്കാത്തത് അപ്പം കിട്ടുന്ന സുഖത്തിന് വേണ്ടി ജീവിക്കുന്ന അറബികൾക്ക് മാത്രം. എന്നിട്ടാണ് ഇവന്മാർ ഈ ഇസ്രായേലിൻ്റെ കുണ്ടിയും താങ്ങി ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. അപ്പം വ്യക്തമാണ് ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ചർച്ചയുടെ പരാജയ കാരണം എന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ നെതന്യാഹുവിൻ്റെ കോളുകളായിരുന്നു. ചർച്ച നല്ല രീതിയിൽ പോകുന്നു, അത് പൊളിച്ചിട്ടുള്ളത് ഈ പറഞ്ഞ കൊതന്യാഹു തന്നെയാണ്. ഈ കൊതന്യാഹുവിൻ്റെ ഒരൊറ്റ പരിപാടി കൊണ്ടാണ് ചർച്ച പൊട്ടിയത്. അവനെ യുദ്ധം ചെയ്യണം, അല്ലെങ്കിൽ ഇന്നത്തോടു കൂടി അവനെ തൂക്കിലേറ്റേണ്ടത്, അല്ലെങ്കിൽ അവനെ ജയിലിൽ അടയ്ക്കേണ്ടത്, അല്ലെങ്കിൽ അവൻ്റെ സൈന്യം തന്നെ എടുപ്പെടുത്ത് അവൻ്റെ കുടുംബത്തിനടക്കം ജയിലിലാക്കേണ്ട അവസ്ഥയുള്ള സമയത്ത് നിന്ന് അത് മാറ്റണമെങ്കിൽ ഈ പറഞ്ഞ വിശാല ഇസ്രായേലിൻ്റെ കഥ പറഞ്ഞ് അല്ലെങ്കിൽ മറ്റ് യുദ്ധത്തിൻ്റെ കഥ പറഞ്ഞ് അവന് മുന്നോട്ട് പോകണം. അതാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ നല്ല രീതിയിൽ അവിടെ അബ്ബാസ് അറാച്ചി പറഞ്ഞ് ഞങ്ങൾ ഇസ്ലാമാബാദിൽ പോയി നല്ല രീതിയിൽ ഒരു ചർച്ചയ്ക്ക് വിചാരിച്ചു. അത് നടക്കാതിരുന്നത് ഈ ഒരു കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണ്. ഇതിൽ ഇടപെട്ടിട്ടുള്ള വൃത്തികെട്ടന്മാരുടെ വൃത്തികെട്ട കൈകളാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. കാരണം പേടിക്കും. നെതന്യാഹു ജസ്റ്റിൻ എപ്സ്റ്റീൻ ഫയൽസോ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒന്നല്ല ഇങ്ങനത്തെ 100 ഫയൽസ് കാണിക്കാനുണ്ടാവും. ഇത് കാണിച്ചു കഴിഞ്ഞാൽ ട്രംപ് ചെഡിയിൽ തൂറും, അതുറപ്പാണ്. അത്രയും വൃത്തികെട്ട പരിപാടി ചെയ്തവരാണ്. ആയ കാലത്ത് അവനെ കൊണ്ട് താൻ പറ്റുന്ന സ്ഥലത്തൊക്കെ പോയിട്ട് ചെറിയ പിള്ളേരെ വരെ, ചെറിയ കുട്ടികളെ, പ്രായപൂർത്തി പോലും ആവാത്ത പിള്ളേരെ പിടിച്ചു നിർത്തിയിട്ട് ഇവൻ ചെയ്ത കാട്ടിക്കൂട്ടുകൾ എന്താണെന്ന് നമ്മൾ എപ്സ്റ്റീൻ ഫയൽസിൻ്റെ ഫയലിലെ ചില ഫോട്ടോസ്, അതായത് ഒരുപാട് ഫോട്ടോസ് ഹൈഡ് ചെയ്ത് വന്ന ഫോട്ടോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ആ ഡാഷ് ഏതൊക്കെ രീതിയിൽ നെതന്യാഹുവിൻ്റെ മുമ്പിൽ കുമ്പിട്ടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. തോൽവി ആയിട്ട് പോലും പുറത്ത് പറയാൻ പറ്റാത്ത അവസ്ഥയിൽ ഇവൻ നിൽക്കുന്നുണ്ടെങ്കിൽ ഇവൻ ഹോർമോസ് കടലിൽ ഇതുപോലെ അങ്ങ് അടച്ചു കഴിഞ്ഞാൽ, ഇവൻ്റെ വയറ് വെച്ചടച്ചു കഴിഞ്ഞാൽ, ഏത് വെച്ചടച്ചു കഴിഞ്ഞാലും അവൻ്റെ വയറ്റിലിട്ട് ഇറാൻ പൊട്ടിക്കും. അതായത് ഇറാൻ ചാവുന്നവരെ ഇറാൻ പൊട്ടിക്കും, അത് ഉറപ്പാണ്. ഇത്രയും വലിയ ഫോഴ്സിനെ ഇറാൻ ചാവുന്നവരെ ഇറാൻ പൊട്ടിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അത് നല്ല ക്ലീൻ ആയിട്ട് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇറാൻ്റെ സൈഡിൽ നിന്നുള്ള പല ആളുകളും അല്ലെങ്കിൽ ഇറാൻ്റെ IRGC ഇന്ന് അതായത് ഈ ഒരു ഫോട്ടോ നിങ്ങൾക്ക് മനസ്സിലാവും. ഇറാനിയൻ ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞില്ല, വി ആർ റെഡി ഫോർ ഓൾ സാങ്ഷൻസ് സിനാരിയോസ് ആൻഡ് ദ ആംഡ് ഫോഴ്സസ് ആർ അറ്റ് ദ ഹയസ്റ്റ് ലെവൽ ഓഫ് പ്രിപ്പയർഡ്നെസ്. അതായത് ഇറാൻ നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞാൽ ഞങ്ങളുടെ കംപ്ലീറ്റ് സെറ്റപ്പ് പോയിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം ഞങ്ങൾക്ക് നല്ല പോലെ അറിയാം എന്നാണ് ഇറാൻ്റെ IRGCയുടെ വക്താവ് പറഞ്ഞിട്ടുള്ളത്. അത് മാത്രമല്ല, ഈ ഒരു ഇമേജ് നിങ്ങൾ കാണണം. ഈ ഒരു ഇമേജ് നോക്കി നിങ്ങൾ, ഇത് കഴിഞ്ഞ ദിവസം അമേരിക്കയും ഇസ്രായേലും കൂടെ ഇറാനിലെ സകല റെയിൽവേ പാളങ്ങൾ തകർത്തു, മറ്റേ ഈ പാലങ്ങൾ തകർത്തു, ട്രാൻസ്പോർട്ടേഷൻ്റെ പാലങ്ങളൊക്കെ തകർത്തിട്ടുണ്ട്. വിത്തിൻ 3 days ഇറാൻ കംപ്ലീറ്റ്ലി സെറ്റ് ചെയ്തു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു സപ്പോർട്ടും ഇല്ലാണ്ട് ഇറാൻ ചെയ്ത പരിപാടി അത്.
അവിടുത്തെ പാലങ്ങൾ സെറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോസ് ഇമേജസ് പുറത്ത് വന്നിട്ടുണ്ട്. അവിടുത്തെ റെയിൽ കംപ്ലീറ്റ് അവർ സെറ്റ് ചെയ്തു. ഇനി ഇതും പറഞ്ഞ് നിങ്ങൾ ആരും ഇങ്ങോട്ട് വരേണ്ട, ഞങ്ങൾ ചെയ്യേണ്ടതൊക്കെ ഞങ്ങൾ വ്യക്തമായിട്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല ഇറാൻ്റെ ഇപ്പോൾ ഇന്നലെ ഈ ഒരു ഇമേജ് കണ്ടു കഴിഞ്ഞാൽ, ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്കി, ഇറാനിൽ പൊക്കിയിട്ടുള്ള ഒരു സ്പൈ ആണ് അമേരിക്കൻ CIA അല്ലെങ്കിൽ മൊസാദിൻ്റെ ഒരു സ്പൈനെ തൂക്കിയെടുത്ത് എറിഞ്ഞിട്ടുണ്ട് ഇറാൻ. അതായത് ഞങ്ങൾ സ്പോട്ടിൽ അറസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ സ്പോട്ടിൽ കണ്ടുപിടിക്കുക. അപ്പോൾ പണ്ടത്തെ പോലെയല്ലേ, അവരുടെ തന്നെ വലിയ വലിയ നേതാക്കളെ അവിടെ കയറി ചെയ്ത പരിപാടികളെ കൊന്നു തീർത്ത പരിപാടികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇറാൻ വളരെ വിജിലൻ്റ് ആണ് ഇപ്പം ഇത്തരം കാര്യങ്ങൾ. അത് സ്പോട്ടിൽ പിടിക്കുന്നുണ്ട്, അവന്മാരെ തൂക്കുന്നുണ്ട്. അവന്മാരുടെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുള്ള സാറ്റലൈറ്റ് ഫോണുകളിലും അല്ലെങ്കിൽ ഗ്രനേഡുകളും അല്ലെങ്കിൽ തോക്കുകളുടെയൊക്കെ വീഡിയോസാണ് പുറത്ത് വിട്ടിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇപ്പം ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നമുക്ക് നോക്കാം. ഇപ്പം നമ്മൾ എന്താ പറയുക, എന്താണ് ഇനി നടക്കാൻ പോകുന്നത്. ഇപ്പം അങ്ങോട്ട് വരുന്ന കപ്പലുകളെ അമേരിക്ക അല്ലെങ്കിൽ ഇറാൻ ടച്ച് ചെയ്ത് ഇറാനിൽ നിന്ന് വരുന്ന കപ്പലുകൾ അമേരിക്ക തകർക്കും, ഏത് രാജ്യങ്ങളാണ് അമേരിക്ക തകർക്കും എന്നാണ് പറഞ്ഞത്. ഇതിൽ അമേരിക്കക്കുള്ള പണി ഇറാൻ ഏത് രീതിയിൽ കൊടുക്കും എന്നുള്ളത് നമുക്ക് ഇപ്പോൾ ഇനിയുള്ള ഇപ്പോൾ തുടങ്ങിയിട്ട് ഏകദേശം 1.5 മണിക്കൂറായിട്ടുള്ളൂ ഈ ഒരു ബ്ലോക്കേജ് തുടങ്ങിയിട്ട്. വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇറാൻ എങ്ങനെ അടിക്കും അല്ലെങ്കിൽ അമേരിക്ക അതിനെങ്ങനെ ബ്ലോക്ക് ചെയ്യുന്നത്. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ് വരികയാണെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. മാക്സിമം സപ്പോർട്ടും നിങ്ങളുടെ ഷെയറും കാര്യങ്ങളൊക്കെ തരിക. അടുത്ത വീഡിയോ കാണാം. ബൈ.